അത്തിപ്പറ്റ ഫത്തുൽ ഫത്താഹ് സ്ഥാപനത്തിൽ ആരംഭിക്കുന്ന വിദ്യാഭ്യാസ ക്യാമ്പസിന്റെയും ഓട്ടിസം സെന്ററിന്റെയും ശിലാസ്ഥാപനം നടന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് നിർവഹിച്ചു. ഫത്തുൽ ഫത്താഹ് പുതുതായി ആരംഭിക്കുന്ന ക്യാമ്പസ് മസ്ജിദ്, ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, ഫത്തുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്നിവയുടെ ശിലാസ്ഥാപന ചടങ്ങാണ് നടന്നത്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച മഹാനായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏറ്റവും അവിസ്മരണീയമായ ഓർമ്മകൾ നമുക്ക് മുമ്പിൽ നൽകുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ്. ഇവിടെ വളാഞ്ചേരി റൂട്ടിലെ ഈ പ്രദേശം അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ്. അതുപരിയായി അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലവും അത് മരണാനന്തരവും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആ ഓർമ്മകളുടെ കണ്ണീരും ആ ഓർമ്മകളുടെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ഥാപനമാണ് ഫത്തുൽ ഫത്താഹ് എന്നത്. ഫത്തുൽ ഫത്താഹ് പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനായി. സമസ്ത ഉപാധ്യക്ഷൻ നെല്ലായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി കൂരിയാട്, ആബിദ് ഹുസൈൻ തങ്ങൾ MLA, പൂക്കോയ തങ്ങൾ ബാലവി, സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ, മുസ്തഫുൽ ഫൈസി, അരിപ്ര അബ്ദുറഹ്മാൻ ഫൈസി, അഡ്വക്കേറ്റ് M ഷംസുദ്ദീൻ MLA, നജീബ് കാന്തപുരം MLA, EK മൊയ്തീൻ ഹാജി, ആസിം വെളിമണ്ണ, സുലൈമാൻ ഹാജി ഇരുമ്പിളിയം, റഹ്മാൻ ഫൈസി കാവന്നൂർ, BSK തങ്ങൾ എടവണ്ണപ്പാറ, ഡോക്ടർ N മുഹമ്മദ് അലി നടക്കാവിൽ, മുനീർ ഹുദവി വിളയിൽ, അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ, മുഹമ്മദ് അലി ഹാജി ദുബായ് ഗോൾഡ്, U കുഞ്ഞാലു ബാഗവി, U ഷാഫി ഹാജി, അഷ്റഫ് അമ്പൽത്തിങ്ങൽ, അബ്ദുറഹ്മാൻ രണ്ടത്താണി തുടങ്ങിയവർ പങ്കെടുത്തു. മുഖവരിയുടെയും പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത വിധം നമ്മുടെ മുമ്പിൽ തളിർത്തു പന്തലിച്ച് ഇന്നും നമുക്ക് തണൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവടവൃക്ഷമാണ് ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്. അതിന്റെ ഒരു ഹ്യൂമനിറ്റേറിയൻ പെർസ്പെക്റ്റീവ്, മാനവികമായ ഒരു വലിയ ദർശന വശം കേരളം കണ്ട് പരിചയിച്ചതാണ്. അത് ഷെയ്ഖുന ഉസ്താദ് അവറുകളെ അവിടുത്തെ കർമ്മപഥത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തതാണ്. ഇവിടെ ഒരു ഓട്ടിസം റീഹാബിലിറ്റേഷൻ സെന്ററാണ് പുതിയതായിട്ട് ഈ മണ്ണിൽ മുളപൊട്ടാൻ പോകുന്നത്. നമ്മളെല്ലാവരും ആ ഒരു ആശയം മനസ്സിൽ ഈട്ടിക്കൂട്ടിയിരിക്കുന്ന ആളുകളാണ്. കേരളത്തിൽ വളരെ അനിവാര്യമായ ഒരു സംരംഭമായി അത് മാറും. അതിന്റെ അനിവാര്യത കാര്യം വിളിച്ചു ഓതുന്നുമുണ്ട്. കാരണം നമ്മളെല്ലാവരും എല്ലാ പോരായ്മകളിൽ നിന്നും പലപ്പോഴും മുക്തരായവരാണ് എന്ന് ചിന്തിക്കുന്നത് ഉന്ദുറു ഇലാമൻ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ പല അനുഗ്രഹാശിസ്സുകളും അത് ആരോഗ്യപരമാകാം, സാമ്പത്തികമാകാം, സമാധാനപരമാകാം, എന്തോ ആകാം, അത് ലഭ്യമല്ലാതെ അല്ലെങ്കിൽ അത് കിട്ടാതെ പോയ ഒരു ജനതയിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴാണ്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.